തന്റെ സാമന്തനായിരുന്ന കൊച്ചി രാജാവും പോർച്ചുഗീസുകാരും തമ്മിൽ വളർന്നു വന്ന സൗഹൃദബന്ധം സാമൂതിരിയെ വ്യാകുലനാക്കി. ഒരു വിദേശ ശക്തിയുമായുള്ള സൗഹൃദത്തിനാണോ കോഴിക്കോടുമായുള്ള മൈത്രിക്കാണോ കൊച്ചി രാജാവ് മുൻഗണന നൽകുന്നതെന്ന് അടിയന്തരമായി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശമയച്ചു. എന്നാൽ പോർച്ചുഗീസുകാരുടെ സംരക്ഷണത്തിൽ തന്റെ രാജ്യത്തിന്റെ സമുജ്വല ഭാവി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കൊച്ചി രാജാവ് സാമൂതിരിയുടെ സന്ദേശം അവഗണിച്ചു. തുടർന്ന് 1503 മാർച്ച് 1 തീയതി കൊച്ചിയുമായി യുദ്ധത്തിനായി കോഴിക്കോട് സൈന്യം പുറപ്പെട്ടു. കരവഴിയും കടൽ വഴിയും ഒരേ സമയം ആക്രമിച്ച സാമൂതിരി സൈന്യത്തിന് മുന്നിൽ പോർച്ചുഗീസ് സഹായത്തിൽ ഇറങ്ങിയ കൊച്ചി സൈന്യത്തിന് അടിപതറി. എന്നാൽ കൂടുതൽ പോർച്ചുഗീസ് സേന കൊച്ചിയിലെത്തിയതോടെ കൊച്ചി സൈന്യം ധീരമായി പ്രതിരോധിക്കുകയും തൽഫലമായി കോഴിക്കോട് സൈന്യം പിൻവാങ്ങുകയും ചെയ്തു. പോർച്ചുഗീസുകാർ വിജയപൂർവ്വം കൊച്ചി രാജാവിനെ കൊച്ചിയിൽ കൊണ്ടുവന്ന് സിംഹാസനത്തിൽ പുനഃപ്രതിഷ്ഠിച്ചു. കൃതജ്ഞതാബദ്ധനായ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് അവരുടെ വ്യാപാരശാലയുടെ സംരക്ഷണത്തിനായി ഒരു കോട്ട നിർമ്മിക്കാൻ അനുവാദം നൽകി. 1503 സെപ്റ്റംബർ 27 തറക്കല്ലിട്ട ഈ കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. പോർച്ചുഗീസ് രാജാവായ ഡോം മാനുവലിന്റെ ബഹുമതിക്ക് വേണ്ടി മാനുവൽ കോട്ട എന്ന് അതിന് പേര് നൽകി. ശേഷം 1504 പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് കൊടുങ്ങല്ലൂർ നഗരം പിടിച്ചെടുത്ത് അതിനു ചുറ്റും കോട്ടമതിൽ കെട്ടി. കൊടുങ്ങല്ലൂർ കൂടി പിടിച്ചതോടെ കേരളത്തിലെ തങ്ങളുടെ ആദ്യ യുദ്ധ പരമ്പരയിൽ പോർച്ചുഗീസുകാർ വിജയിക്കുകയാണുണ്ടായത്. അവരുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും കൂടുതൽ ദൃഢമാവാൻ ഇത് കാരണമായി.